നമുക്കൊരു രസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുരുമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, വെളുത്തുള്ളി, മല്ലിയില, തക്കാളി, പച്ചമുളക്, പിന്നെ പുളിവെള്ളം വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില. സോ പുളി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് മിക്സിൽ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിയില ഒഴികെയുള്ളതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് നമുക്ക് തക്കാളീനെ നമ്മുടെ പാത്രത്തിലിട്ടിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ തക്കാളിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു പേസ്റ്റായി അതിൻ്റെ ജ്യൂസൊക്കെ വരുന്ന തരത്തിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം. അതാണ് ആക്ച്വലി അതിൻ്റെ പ്രോപ്പർ പരുവം. ബിക്കോസ് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റിക്കില്ല, അതുപോലെ തന്നെ നമ്മൾ രസത്തിന് തിളയ്ക്കാൻ വിടില്ല അധികം. സോ നെക്സ്റ്റ് നമ്മൾ ഈ തക്കാളി മിക്സിലേക്ക് പച്ചമുളക് ഇട്ട് വയ്ക്കാം, അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടാവും. ആ മിക്സ് നമ്മളൊന്ന് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മിക്സിന് എടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ മിക്സാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് രസത്തിന്. ഇതാണ് രസത്തിന് ഫുൾ ഫ്ലേവർ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മിക്സ് റെഡി ആയതിനു ശേഷം ഈ മിക്സിന് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുള്ള തക്കാളി, അതുപോലെ പച്ചമുളക്, പുളിവെള്ളം ആഡ് ചെയ്തിട്ടുള്ള പേസ്റ്റിലേക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ തവി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഫസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. അതിലേക്ക് നമ്മുടെ മിക്സിനെ ആഡ് ചെയ്യുക. മിക്സിനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ചിട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ ഒരു മസാലയോ രസം പൗഡറോ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ഇതിൽ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് രസം റെഡി ആയതിനു ശേഷവും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. മല്ലിയില ഫസ്റ്റ് രസത്തിന് മിക്സിൽ കിടന്ന് വേവുമ്പോൾ നമുക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ട്. സോ നെക്സ്റ്റ് ഈ മല്ലിയില ചേർത്തതിന് ശേഷം കുറച്ച് നേരം വേവിക്കാൻ വേണ്ടിയിട്ട് വിടാം. അതിനുശേഷം രസം ഓൾമോസ്റ്റ് റെഡി ആവുന്ന സ്റ്റേജിൽ നമുക്ക് കായംപൊടി ചേർത്തിട്ട് കായംപൊടി ഒരു പെരുങ്കായപ്പൊടി ചേർത്തിട്ട് നമുക്കതിനെ ഓഫ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് മല്ലിയില തൂക്കിയിട്ട്